إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതമായ ഇസ്ലാമിനെ പ്രവാചകന്മാരിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലേക്ക് എത്തിച്ചത്. പ്രവാചകന്മാരിൽ അവസാനത്തെ ആളായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനിയൊരു പ്രബോധകനായി വേറെ ഒരു നബി വരികയില്ല. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അത് വ്യക്തമാണ്. എന്നാൽ മുൻ സമുദായങ്ങളിൽ ഉണ്ടായതുപോലെ വിശ്വാസപരമായും കർമ്മപരമായുള്ള പിഴവുകൾ സമൂഹത്തിൽ ലോകാവസാനം വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാൽ പുതുതായി പ്രവാചകന്മാർ വരാനില്ലെങ്കിൽ ജനങ്ങളെ ശരിയായ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്ന കാര്യം നിർവഹിക്കപ്പെടാതിരുന്നാൽ ജനങ്ങൾ ഒന്നൊന്നായി വഴികേടിലേക്ക് പതിച്ചു പോകും. അതില്ലാതിരിക്കാൻ പ്രവാചകന്മാർ നിർവഹിച്ച പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത് ഈ മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ നിർവഹിച്ച ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക, ദഅവത്ത് നടത്തുക എന്ന കാര്യം നിർവഹിക്കേണ്ടത് മുസ്ലിങ്ങളായ ഓരോ ആളുകളുടെയും ബാധ്യതയാണ് എന്ന് നമുക്ക് കാണാം. സൂറത്തുൽ ഖസസിലെ 87-ാമത്തെ വചനത്തിൽ വദ്ഉ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിലേക്ക് നീ ക്ഷണിക്കുക. റബ്ബിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മതമായ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. ഒരാൾക്ക് ഒരു കാര്യം അറിയിച്ചു കൊടുക്കാൻ അയാൾ സൂചന നൽകുന്ന എന്തെങ്കിലും ഒരു മാർഗം ഉപയോഗിച്ചാൽ മതി. ഉപകാരപ്രദമായ ഏതെങ്കിലും ഒരു കാര്യം അറിയിച്ചു കൊടുക്കാൻ അയാൾ ക്ഷണിക്കണമെന്നില്ല. എന്നാൽ അറിയിക്കുക എന്നതിനേക്കാൾ പ്രത്യേകമായ ഖാസായ ഒരു സംഗതിയാണ് ക്ഷണിക്കുക എന്ന് പറയുന്നത്. ക്ഷണിക്കണമെങ്കിൽ എന്തിലേക്ക് ക്ഷണിക്കണം, എങ്ങനെ ക്ഷണിക്കണം എന്ന് അറിവുള്ള ആളായിരിക്കണം. എല്ലാ അറിയിപ്പുകാരനും ഒരു ദാഴി പ്രബോധകനാകണമെന്നില്ല. അറിയിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ പ്രബോധകനായി മാറുന്നത്. അതുകൊണ്ട് തന്നെ എന്തിലേക്ക് ക്ഷണിക്കുന്നു, എന്തിനെ വിലക്കുന്നു, ആ കാര്യത്തെക്കുറിച്ച് പ്രബോധനം നടത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുൽ ഹാദിഹി സബീലി എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാകുന്നു എന്റെ മാർഗം. ഏതാണ് ആ മാർഗം? അദൂ ഇലല്ലാഹി അലാ ബസീറ അന വമനി തബഅനി. ബസീറത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ബസീറ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉൾക്കാഴ്ച എന്ന് പറയും. ഹൃദയത്തിനുണ്ടാകുന്ന തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിച്ചമാണ്. അപ്പൊ തെളിവിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി ദഅവത്ത് നടത്തുന്നവനാകുന്നു ഞാനും എന്നെ പിൻപറ്റിയ ആളുകളും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിപ്പിച്ചതായി ഖുർആനിൽ നമുക്ക് കാണാം. അപ്പോ എന്തിലേക്ക് ക്ഷണിക്കുന്നുവോ അതിനെ സംബന്ധിച്ചുള്ള അറിവ്, എന്ത് വിലക്കുന്നുവോ ആ വിലക്കുന്ന കാര്യം തെറ്റാണ് എന്ന അറിവ് വിലക്കുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഓരോ വിശ്വാസിയും പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും അറിയേണ്ടതാണ്. അതല്ലാത്ത കാര്യങ്ങൾ വിശദമായി പഠിക്കുന്ന പണ്ഡിതന്മാരും ശൈഖുമാരും ആരുമായ ആളുകൾ ഫത്വ കൊടുക്കാവുന്നവർ, ഖുത്ബ നടത്താവുന്നവർ, അത് പൊതുവായ കാര്യങ്ങളാണ്. പ്രാഥമികമായ അറിവ് എല്ലാവർക്കും ഉണ്ടാകണം. അതുപോലെ തന്നെ പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യത ഓരോ മുസ്ലിങ്ങളും അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദഅവത്ത് നടത്തുന്ന ആളുകൾ അഗാധമായ പാണ്ഡിത്യമുള്ള വിജ്ഞാന സാഗരം എന്നൊക്കെ പറയും, അറിവിന്റെ കടൽ, മുത്തബഹിർ അല്ലെങ്കിൽ ബഹർ എന്ന് അറബിയിൽ ഉപയോഗിക്കും. കടലാണ് അല്ലെങ്കിൽ കടല് പോലെ ആഴവും പരപ്പുമുള്ള വിജ്ഞാനമുള്ള ആളുകൾ. അങ്ങനെ എല്ലാവർക്കും ആകാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള കുറെ ആളുകൾ ഉണ്ടാകണം. പക്ഷെ ദഅവത്ത് നടത്തേണ്ടത് ഇങ്ങനെയുള്ള ആളുകൾ മാത്രമല്ല, മറിച്ച് വിവരമുള്ള, പറയുന്ന കാര്യത്തിൽ അറിവുള്ള എല്ലാ ആളുകളും ദാഇമാരായിരിക്കണം എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കാണാം, ബല്ലിഗു അന്നി വലൗ ആയ, എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഒരു ആയത്തെങ്കിലും എത്തിച്ചു കൊടുക്കുക. അപ്പോ ഒരായത്താണ് അറിയുന്നതെങ്കിൽ ആ ആയത്ത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോ ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയാൽ മാത്രം പോരാ, അതിന്റെ ആശയങ്ങളും വിശദീകരണങ്ങളും മനസ്സിലാക്കി വിശ്വാസപരവും ആചാരപരവും അനുഷ്ഠാനപരവും കർമ്മപരവുമായ മസലകളും വിധികളും മനസ്സിലാക്കി അങ്ങനെ എല്ലാം തികഞ്ഞിട്ടേ ദഅവത്ത് നടത്താവൂ എന്ന് ഖുർആനോ ഹദീസോ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ വിവരമുള്ള പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടുമില്ല. കാരണം ഈ ഹദീസ് തെളിവാക്കിക്കൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു കാണാം, ബല്ലിഗു അന്നി വലൗ ആയ,
ഒരു ആയത്തെങ്കിലും, ഒരു ആശയമുള്ള ഒരു ആയത്താണ് നിങ്ങൾക്ക് അറിയുന്നത് എങ്കിൽ ആ അറിയുന്ന ആയത്ത് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. ബല്ലിഗു എന്ന് പറഞ്ഞാൽ തബ്ലീഗ് നടത്തുക എന്നാണ്. തബ്ലീഗ് എന്ന വാക്കിനർത്ഥം ദഅവത്ത് നടത്തി എത്തിച്ചു കൊടുക്കുക എന്നാണ്. അതാണ് തബ്ലീഗ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർ എത്തിച്ചു തന്ന ആശയം മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോ ഒരായത്താണെങ്കിൽ പോലും അത് എന്നിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം തികയണമെന്നില്ല. പറയുന്ന കാര്യത്തിൽ തികവുണ്ടാകണം. നന്മയാണെങ്കിൽ അതെന്തുകൊണ്ട് നന്മയാണ്, തിന്മ വിലക്കുകയാണെങ്കിൽ അതെന്തുകൊണ്ട് തിന്മയാണ് എന്നതിനെ സംബന്ധിച്ച് അറിവുള്ള ആളുകൾ, അത്ര അറിവുണ്ടായാൽ മതി. ആ അറിവുള്ള ആളുകൾ ആ കാര്യങ്ങൾ മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ എന്തറിവുണ്ടോ ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നതാണ് ഇത്തരം ആയത്തുകളും ഹദീസുകളും വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അറിവുള്ളവരാകണം എന്ന് പറയാൻ കാരണം വിവരമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളോട് എന്റെ റബ്ബ് ഈ കാര്യങ്ങൾ മാത്രമേ വിലക്കിയിട്ടുള്ളൂ എന്ന് പറയുന്ന ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അതിന്റെ ആദ്യത്തിൽ കുറെ തിന്മകളെ കുറിച്ച് പറയാൻ. ആ തിന്മകളുടെ കൂട്ടത്തിൽ അള്ളാഹു വിലക്കിയ കാര്യം വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പറയുന്നതും അള്ളാഹു വിലക്കിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഒരാളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു, ദഅവത്ത് നടത്തുന്നു, നമുക്ക് വിവരമില്ലാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് വിവരമില്ലാത്ത കാര്യം പറയുക എന്ന കടുത്ത പാപമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പാപം എന്ന് പറയുന്നത് വിവരമില്ലാത്ത ആളുകൾ ദഅവത്ത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഒന്ന് പറയുന്ന ആൾക്കുണ്ടാകുന്ന അപകടമാണ്. അതെന്താ? ഈ പറഞ്ഞ കാര്യമാണ്. പറയുന്ന ആൾ എന്താണെന്നറിയാതെ പറഞ്ഞാൽ അതിന്റെ കുറ്റം അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുന്നവനായി അവൻ മാറും. അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്, ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ അൻ റബ്ബിൽ ആലമീൻ എന്നാണ് അതിന്റെ മുഴുവൻ പേര്. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സംബന്ധിച്ച് ഒപ്പുവെക്കുന്ന ആളുകളെ അറിയിക്കൽ എന്നാണ്. അള്ളാഹുവിന്റെ പേരിൽ ഒപ്പുവെക്കുക എന്ന് പറഞ്ഞാൽ ഖാലിമാർ, അതുപോലെ തന്നെ വിധി പറയുന്ന ആളുകൾ, ഭരണാധികാരികൾ, വിധികർത്താക്കൾ, മധ്യസ്ഥം പറയുന്നവർ, ഫത്വ കൊടുക്കുന്നവർ, ശൈഖുമാർ, മൗലവിമാർ, ഖുത്ബ നടത്തുന്നവർ, ഈ ആളുകളാണ് മുവഖ്ഖിഈൻ എന്ന് പറഞ്ഞാൽ. ഒരു കോടതി ഉത്തരവാണെങ്കിൽ, ജഡ്ജിയുടെ വിധിയാണെങ്കിൽ അതിനടിയിൽ കോടതി ഒപ്പു സീലൊക്കെ ഉണ്ടാവും. അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ച് ഒപ്പുവെക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് വിധി പ്രസ്താവിക്കുക എന്നാണ്. ഇപ്പറഞ്ഞ ആളുകളെ കുറിച്ച് മാത്രമാണ് ഇബ്നുൽ ഖയ്യിം ഒരു പുസ്തകം എഴുതിയത്. അതായത് ഫത്വ കൊടുക്കുന്നവനും മൗലവിയും മുസ്ലിയാരും, വിധി പറയുന്നവനും ഖുത്ബ നടത്തുന്നവനും ക്ലാസ് നടത്തുന്നവനും ജഡ്ജിയായാലും ഭരണാധികാരിയായാലും മതത്തിന്റെ പേരിൽ സംസാരിക്കുന്ന ആരും അള്ളാഹുവിന്റെ പേരിലാണ് സംസാരിക്കുന്നത്. ആ സംസാരിക്കുന്നത് അള്ളാഹുവിന് പകരമാണ് ഞാൻ പറയുന്നത്. അള്ളാഹു പറയുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച്, അതിനെക്കുറിച്ച് മുത്തക്കല്ലിം, അള്ളാഹുവിനെ കുറിച്ച് പ്രസ്താവന നടത്തുന്ന ആളാണ് ഞാൻ എന്ന ബോധം മതത്തെക്കുറിച്ച് പറയുന്ന ആളുകൾക്കുണ്ടാകണം. ഈ ഒരൊറ്റ സംഗതിയെ സവിസ്തരമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നുൽ ഖയ്യിം ആ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മതം കൽപ്പിക്കുന്ന ആളുകൾ, മതത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, തിന്മ വിലക്കുന്ന ആളുകൾ പറയുന്ന വിഷയത്തിൽ കൃത്യമായ അറിവില്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് കളവ് പറയുക എന്ന കടുത്ത അപരാധം ചെയ്യുന്ന ആളുകളായി മാറും. ഇനി മറ്റൊരു തലക്കുള്ള അപകടം, ആരോടിത് പറയുന്നുവോ അവർ അപകടത്തിൽ ചാടും. പറയുന്ന ആൾക്ക് വിവരമില്ലാതെയാണ് ഒരാൾ ഒരു കാര്യം കൽപ്പിക്കുന്നത് എന്ന് വിചാരിക്കുക. വിവരമില്ലായ്മ കൊണ്ട് അയാൾ മനസ്സിലാക്കുന്നത് ഇത് ശരിയാണെന്നാണ്. അപ്പൊ ശരിയാണെന്ന് തെറ്റിദ്ധരിച്ച് ശരിയല്ലാത്ത ഒരു കാര്യമാണ് ഒരാളോട് കൽപ്പിക്കുന്നത്. ഇതിന്റെ ശിക്ഷ ഇയാൾ അനുഭവിക്കുന്നതോടൊപ്പം ആ ക്ഷണിക്കപ്പെടുന്ന വ്യക്തി തെറ്റിലേക്ക് പോകുന്നു. ഒരു കാര്യം തെറ്റാണെന്ന് വിചാരിച്ച് ഒരാൾ മറ്റൊരാളെ വിലക്കുന്നു, യഥാർത്ഥത്തിൽ അത് ശരിയാണ്. അവിടെ സംഭവിക്കുന്നത് ശരിയായ ഒരു കാര്യം വിലക്കുക എന്ന കാര്യമാണ് ഉണ്ടായിത്തീരുന്നത്. ഇതിന്റെയും ഫലം അനുഭവിക്കുന്നത് പ്രബോധിത സമൂഹമാണ്. ആ അപകടം സമൂഹത്തിനുണ്ടാകും, പറയുന്ന ആൾക്ക്. രണ്ട് തലത്തിലും അപകടകരമാണ് വിവരമില്ലാതെ ദഅവത്ത് നടത്തുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദഅവത്ത് നടത്തുന്ന ആളുകൾ ആരെ ക്ഷണിക്കുന്നുവോ, ആരോട് ദഅവത്ത് നടത്തുന്നുവോ അവരുടെ അവസ്ഥയെക്കുറിച്ച് അറിവുണ്ടാകണം. എല്ലാവരോടും ഒരേ തരത്തിലുള്ള ദഅവത്തല്ല നടത്തേണ്ടത്, എല്ലാവരോടും ഒരേ രീതിയല്ല സ്വീകരിക്കേണ്ടത്, എല്ലാവരോടും ഒരേ ശൈലിയല്ല സ്വീകരിക്കേണ്ടത്. അപ്പൊ പ്രബോധിത സമൂഹം ഏത് തരക്കാരാണ് എന്നത് മനസ്സിലാക്കിയിരിക്കണം. പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം, ഒരു വിവരവുമില്ലാത്ത ചില സാധുക്കളായ മനുഷ്യന്മാരുണ്ടാകും. ആ ആളുകളെ എതിരിടുന്ന ആളുകളോട് എങ്ങനെ പ്രബോധനം ചെയ്യണമോ ആ രീതിയല്ല സ്വീകരിക്കേണ്ടത്. ഒരു വിവരവുമില്ലാത്തവൻ അവൻ അറിവില്ലാത്തവനാണ്, ശൂന്യനാണ്. അതുകൊണ്ട് അവനെ നല്ല നിലക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവനെ ബോധ്യപ്പെടുത്തി ശരി അവരെ അറിയിച്ചു കൊടുക്കുക. എന്നാൽ
കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടും സ്വീകരിക്കാതെ അഹങ്കാരം കൊണ്ടോ ധിക്കാരം കൊണ്ടോ അതിനെ തള്ളുന്ന ആളുകളാണെങ്കിൽ അവനോട് സ്വീകരിക്കേണ്ടുന്ന ശൈലി കടുത്ത താക്കീതിന്റെയും ഗൗരവത്തിന്റെയും ശൈലിയിൽ അവനെ എതിർത്ത് ഇതിന്റെ ഗൗരവം അവനെ ബോധ്യപ്പെടുത്തി അങ്ങനെയാണ് അവരോട് ദഅവത്ത് നടത്തേണ്ടത്. എന്നാൽ കാര്യങ്ങൾ സ്വീകരിക്കാനുള്ള സന്മനസ്സുള്ള ആളുകൾ ഉണ്ടാകും. അവന് കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുണ്ടാവുകയില്ല, അല്ലെങ്കിൽ അവന് എന്തെങ്കിലും ധാരണ പിശകുണ്ടാകും. അങ്ങനെയുള്ള ആളുകളോട് ആ ധാരണ പിശക് തിരുത്തുന്ന രീതിയിൽ അവന്റെ സന്മനസ്സിനെ സ്വീകരിച്ചുകൊണ്ട്, കാരണം അവൻ എതിരാളിയല്ല, വിവരമില്ലാത്തവനുമല്ല, അവന് ആ നിലക്ക് ദഅവത്ത് നടത്തണം. അപ്പൊ ഓരോരുത്തരെയും അവനവന്റെ രീതിയും അവസ്ഥയും സാഹചര്യവും മനസ്സിലാക്കി വേണം പ്രബോധനം നടത്താൻ എന്ന് ഹദീസിന്റെയും ആയത്തിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് നിയോഗിച്ച ഒരു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മുബല്ലിഗ്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മൗലവിയാണ്. ആര്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. വളരെ ചെറുപ്രായത്തിൽ ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് അയക്കപ്പെട്ട, ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടുപോയ മഹാനായ ഒരു പണ്ഡിതനായ പ്രബോധകനാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുമ്പോൾ മുആദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യമൻ എന്ന് പറയുന്നത് അഹ്ലു കിതാബുകാരായ ജൂത ക്രിസ്ത്യാനികളായ ആളുകൾ ജീവിക്കുന്ന നാടാണ്. ഈ യമനിൽ നിന്ന് വന്നവരാണ് മദീനയിലുള്ള അറബികളിൽ പലരും. അപ്പൊ നീ യമനിലേക്കാണ് പോകുന്നത്. ഇന്നക തഅതി ഖൗമൻ അഹ്ല കിതാബിൻ, അഹ്ലു കിതാബുകാരായ തൗറാത്ത് ഇഞ്ചീൽ ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട ആളുകളുടെ അടുക്കലേക്കാകുന്നു നീ ചെല്ലുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനെ പോകുന്നതിന്റെ മുമ്പേ ഉണർത്തുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ, നീ ദഅവത്ത് നടത്തുന്ന സമൂഹം വേദം കിട്ടിയ, ഗ്രന്ഥങ്ങൾ കിട്ടിയ, പ്രവാചകനിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, എന്നാൽ ഇന്നാലിന്ന തെറ്റുകളൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ വിശ്വാസപരമായ പിഴവ് സംഭവിച്ചിട്ടുള്ള ആളുകളുടെ അടുക്കലേക്കാണ് പോകുന്നത് എന്ന് നബി അദ്ദേഹത്തെ ഉണർത്തിയത് ആ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു വിവരവുമില്ലാത്ത ഒരാളുടെ അടുക്കലേക്ക് ചെല്ലുന്നത് പോലെയല്ല. അള്ളാഹു ഉണ്ടെന്നും പ്രവാചകൻ ഉണ്ടെന്നും വേദഗ്രന്ഥമുണ്ടെന്നും അതൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്ന, എന്നാൽ അള്ളാഹ് അതിനെ മാറ്റം വരുത്തി ശിർക്ക് ചെയ്യുന്ന, തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരെ തന്നെ ആരാധ്യനാക്കിയ ആളുകളിലേക്ക് ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള വൈജ്ഞാനികമായ ഒരുക്കവും അവരോട് എങ്ങനെ ദഅവത്ത് നടത്തണമെന്ന സാഹചര്യവും നീ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ആ കാര്യം ഉണർത്തിയത്. ഇപ്പോ ഒരാൾ ഉദാഹരണത്തിന് നമസ്കരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അയാളുടെ ധാരണ സംസാരിക്കുന്നത് കുറ്റകരമല്ല, നമസ്കരിക്കുമ്പോൾ സംസാരിച്ചാലും നമസ്കാരത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന നിലക്കാണ് ഒരാൾ സംസാരിക്കുന്നതെങ്കിൽ അയാൾ നേരത്തെ പറഞ്ഞതുപോലെ ജാഹിലായ, വിവരമില്ലാത്ത, അറിവില്ലായ്മ ഉള്ള ആളാണ്. ഇപ്പൊ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ നമസ്കാരത്തിൽ സംസാരിക്കുക എന്നുള്ളത് വിലക്കപ്പെട്ട കാര്യമായിരുന്നില്ല. നമസ്കാരത്തിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണാം ആദ്യഘട്ടത്തിൽ. പിന്നെയാണ് നിങ്ങൾ ഖാനിതീൻ, അടങ്ങി ഒതുങ്ങി നമസ്കരിക്കണം എന്ന ആയത്തിറങ്ങി, അതുപോലുള്ള കൽപ്പനകൾ. അതിനുശേഷമാണ് സംസാരമില്ലാതെ അള്ളാഹുമായി മാത്രമുള്ള സംസാരമായി കൊണ്ട് നമസ്കാരം തുടങ്ങിയത്. അപ്പൊ ഒരുപക്ഷെ അങ്ങനെ മനസ്സിലാക്കി, ചിലപ്പോ ആ ഹദീസ് കണ്ടു, മറ്റേ കാര്യത്തെക്കുറിച്ച് അറിവില്ല, അങ്ങനെയായിരിക്കാം. അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ അവനോട് ഗൗരവത്തിലോ അല്ലെങ്കിൽ താക്കീതോടു കൂടിയോ അല്ല സംസാരിക്കേണ്ടത്. മറിച്ച് നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, അള്ളാഹുമായുള്ള സംസാരമാണ്, മറ്റൊരാളോടുള്ള സംസാരം അതിൽ പാടില്ല എന്ന നിലക്ക് അയാളെ ബോധ്യപ്പെടുത്തണം. അപ്പൊ അവന്റെ സാഹചര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ അവൻ തെറ്റ് ചെയ്യുന്നവനാണോ അല്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഇനി ഒരാൾ സംസാരിക്കുന്നത്, അയാൾക്ക് നമസ്കാരത്തിൽ സംസാരം പാടില്ല, നമസ്കാരം ദുർബലപ്പെടുന്ന കാര്യമാണെന്നറിയാം. പക്ഷേ അയാൾ നമസ്കാരത്തെ പരിഹസിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഗൗരവം അവഗണിച്ചുകൊണ്ടോ ആണെങ്കിൽ അവനോട് മയത്തിലല്ല സംസാരിക്കേണ്ടത്. അവനോട് നമസ്കാരത്തിൽ സംസാരിക്കുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ച് താക്കീത് ചെയ്യുകയും നമസ്കാരം ബാത്തിലായി പോകുന്നതിന്റെ കാര്യങ്ങളെക്കുറിച്ചും വിധിയെക്കുറിച്ചും അങ്ങനെ നമസ്കരിച്ചാലുണ്ടാകുന്ന കൂലിക്ക് പകരം കിട്ടുന്ന ശിക്ഷയെ സംബന്ധിച്ചും അവനെ ഉപദേശിക്കേണ്ടതുണ്ട്. അപ്പോ പ്രബോധനം നടത്തുന്ന ആൾ പ്രബോധിത സമൂഹത്തിന്റെ അല്ലെങ്കിൽ പ്രബോധനം ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ അവസ്ഥയും സാഹചര്യവും എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് നൽകിയ സന്ദേശത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവരോടും, നമ്മൾ ഓരോരുത്തരോടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശം. സൂറത്തുൻ നഹ്ലിലെ 125-ാമത്തെ ആയത്തിൽ കാണാം, ഉദ്ഉ ഇലാ സബീലി റബ്ബിക് ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. എങ്ങനെയാണ് ദഅവത്ത് നടത്തേണ്ടത്? ഈ ആയത്തിൽ നിന്നും ആ കാര്യം മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവരോടും ഒരേ രീതിയല്ല. ഇവിടെ തുടങ്ങുന്നത് എന്താ? ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. നീ ഹിക്മത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രബോധനം നടത്തുക. അള്ളാഹുവിന്റെ മതമെന്നോ അള്ളാഹുവിലേക്കോ എന്ന് പറയാതെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എന്ന് പറയാൻ, അള്ളാഹുവിന്റെ മാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമാണ്. രണ്ട് നിലക്ക്
അള്ളാഹുവിലേക്ക് ഈ മതത്തെ അല്ലെങ്കിൽ മാർഗത്തെ അള്ളാഹു ചേർത്തി പറഞ്ഞു. ഖുർആൻ വ്യാഖ്യാതാക്കളും പണ്ഡിതന്മാരും വിശദീകരിച്ചതായി കാണാം. ഒന്ന്, അള്ളാഹുവിന്റേതാകുന്നു മതം. കാരണം മത നിയമ നിർമ്മാതാവ് അള്ളാഹുവാണ്. അള്ളാഹുവാണ് ഈ മതത്തെ ഉണ്ടാക്കിയത്, അവനാണ് അത് പഠിപ്പിച്ചത്, അതിലേക്ക് ജനങ്ങളെ വഴി കാണിച്ചു കൊടുത്തത് പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ മതം, ദീൻ എന്നത് അള്ളാഹുവിന്റേതാണ് എന്നതുകൊണ്ട് സബീലുള്ള അള്ളാഹുവിന്റെ മാർഗം എന്ന് മതത്തെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തേത്, ഒരു വ്യക്തിക്ക് അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴി അള്ളാഹു പഠിപ്പിച്ച മതത്തിലൂടെ സഞ്ചരിക്കുക എന്നത് മാത്രമാണ്. അതല്ലാതെ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുകയില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടവും പ്രീതിയും സമ്പാദിച്ച് സ്വർഗത്തിലേക്ക് എത്താനുള്ള, സിറാത്ത് മുസ്തഖീമിലേക്ക് എത്താനുള്ള വഴി അള്ളാഹുവിന്റെ ഈ മതമാകുന്നു. അപ്പൊ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുന്ന മതമാണ്. അപ്പൊ രണ്ട് നിലക്ക്, ഒന്ന് അള്ളാഹുവിന്റെ മതമാണ്, രണ്ട് അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴിയാണ്. ഈ നിലക്കാണ് സബീലുള്ള അള്ളാഹുവിന്റെ മാർഗമെന്ന് മതത്തെക്കുറിച്ച്, ദീനിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഈ നിലക്ക് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇസ്ലാമിനെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ മതമാണ് ശരി എന്ന് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും ആ അള്ളാഹുവിന്റെ മതത്തെ സ്വീകരിക്കലാണ് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള വഴി. വേറെ ഇടയാളന്മാരെയോ മധ്യവർത്തികളെയോ തവസ്സുലോ ഇസ്തിഗാസയോ ശഫാഅത്തോ ഒന്നും നടത്തിയത് കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്ന ബോധ്യം ഈ പ്രയോഗത്തിൽ നിന്ന് നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പിന്നെ എങ്ങനെയാണ് ദഅവത്ത് നടത്തുന്നത്? ബിൽ ഹിക്മ. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ ട്രിക്ക്, സൂത്രം, തന്ത്രം എന്ന അർത്ഥത്തിലൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. സാധാരണ മലയാളം തന്നെ പറയും, ഞാനൊരു ഹിക്മത്ത് ഉപയോഗിച്ചു എന്ന് പറയും. സാധാരണ നമ്മൾ മലയാളം ഉപയോഗിക്കാൻ ഞാനൊരു ഹിക്മത്ത് ഉപയോഗിച്ചു. എന്താ ഹിക്മത്ത്? ഞാനൊരു തന്ത്രം ഉപയോഗിച്ചു, ഒരു സൂത്രം പ്രയോഗിച്ചു എന്നാണ്. ഹിക്മത്ത് എന്ന വാക്കിന് അറബിയിൽ ഈ പറയുന്ന സൂത്രമെന്നോ ട്രിക്കെന്നോ തന്ത്രമെന്നോ ഒരർത്ഥവും അറബി ഭാഷയിൽ തന്നെയില്ല. ഇനി മതപരമായി പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കിതാബും ഹിക്മത്തും നൽകിയിട്ടുണ്ട് എന്ന് ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹിക്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിതാബ് എന്നാൽ ഖുർആൻ എന്നും ഹിക്മത്ത് എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും എന്നാണ് അർത്ഥം. ഇനി ഭാഷാപരമായി പരിശോധിച്ചാൽ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഇഹ്കാം എന്ന വാക്കിൽ നിന്നാണ് ഹിക്മത്ത് എന്ന വാക്കുണ്ടായത്. ഈ ഇഹ്കാം എന്ന് പറഞ്ഞാൽ ഇത്ഖാൻ എന്നാണ്. മുത്ഖിൻ എന്ന് പറഞ്ഞാൽ വൈദഗ്ധ്യം നേടിയവൻ എന്നാണ് അർത്ഥം. ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു കാര്യം വളരെ വിദഗ്ധമായി സമർത്ഥമായി നിർവഹിക്കുക. അപ്പോ ഇഹ്കാം എന്ന് പറയുമ്പോ ദഅവത്ത് എന്ന് പറയുന്ന പ്രവർത്തനം ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എവിടെ, എങ്ങനെ, ആരോട്, ഏത് രീതിയിൽ പറയണമോ ആ രീതിയിൽ ദഅവത്ത് നടത്തുക എന്നതാണ് ഹിക്മത്ത് കൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ. അതല്ലാതെ നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്ന തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദഅവത്ത് നടത്താൻ പാടില്ല. ദഅവത്തിൽ തന്ത്രമില്ല. എന്തായിരിക്കണം തന്ത്രം എന്നത്, അതുപോലെ തന്നെ പ്രബോധനത്തിന്റെ മുൻഗണനാക്രമം എന്ത്, എവിടെ തുടങ്ങണം, ആദ്യം എന്ത് പറയണം, പിന്നെന്ത് പറയണം, എങ്ങനെ പറയണം, ഇതൊക്കെ പ്രവാചകനോട്, എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു നാട്ടിൽ കള്ളു കുടിക്കുന്നു കുറെ ആളുകൾ, ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്നു. അപ്പൊ തൗഹീദൊക്കെ കൂടെ മാറ്റി വെച്ചിട്ട് ലഹരിയെ സംബന്ധിച്ച് പറയാം. അപ്പൊ ലഹരി കുടിച്ചാൽ ഇന്നാലിന്റെ തകരാറുണ്ടാവും, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, സാമൂഹികമായ പ്രശ്നങ്ങളുണ്ടാവും, കുടുംബ ബന്ധത്തിൽ തകരാറ് വരും, അതുപോലെ തന്നെ കുടുംബം കലഹിക്കും, രാജ്യം കടത്തിൽ മുങ്ങും, സമൂഹത്തിന്റെ ഭദ്രത നഷ്ടപ്പെടും. ഇതൊക്കെ പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തല്ല. എന്താണ്, എന്ത് തിന്മ ലോകത്തുണ്ടായാലും ശരി ദഅവത്ത് തുടങ്ങേണ്ടത് തൗഹീദിൽ നിന്നാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനിൽ മറ്റാരെയും പങ്കുചേർക്കാൻ പാടില്ല എന്ന തൗഹീദാണ് എപ്പോഴും എവിടെയും പറയേണ്ടത്. മുൻകഴിഞ്ഞു പോയ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച ശുഐബ് നബിയുടെ കാലഘട്ടത്തിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ജനങ്ങളെ പഠിപ്പിച്ചത്. സ്വവർഗരതിയിൽ ഏർപ്പെട്ട ലൂത്ത് നബിയുടെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട ലൂത്ത് നബി സ്വവർഗരതിയെക്കെതിരിലല്ല പ്രസംഗിച്ചത്, അത് പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം, അവനെ ആരാധിക്കണം എന്ന തൗഹീദ് പഠിപ്പിച്ച് പരലോകത്തെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടാണ് സ്വവർഗരതിക്കെതിരെ ലൂത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്. മൂസാ നബി ബനൂ ഇസ്രായേലിൽ എന്ന ഫിർഔനിന്റെ കീഴിലെ അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി വന്ന സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് ചില ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആളുകൾ പ്രസംഗിക്കാറുണ്ട്. അത് ചെയ്തിട്ടുണ്ട് എന്നതല്ല, മറിച്ച് തൗഹീദിലേക്ക് ക്ഷണിക്കുക. ഫിർഔനടുത്ത് പോയിട്ട് എന്റെ ആളുകളെ വിട്ടുതരണമെന്നല്ല ആദ്യം പറഞ്ഞത്, മറിച്ച് എന്റെയും നിന്റെയും റബ്ബ് അള്ളാഹുവാണ്, ആ അള്ളാഹുവിനെ ആരാധിക്കണമെന്നാണ് ഫിർഔനോട് ഒന്നാമതായി പറഞ്ഞത്. ഖുർആനിലെ നിരവധി ആയത്തുകളിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദ് എന്ന ആ രാജ്യത്തെ സ്വേച്ഛാധിപതിയായ ഭരണാധികാരിക്കെതിരെ രാഷ്ട്രീയ വിപ്ലവം നടത്താൻ വന്ന ആളായിരുന്നില്ല, മറിച്ച് അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത്
എന്ന് പഠിപ്പിക്കാനാണ്. അതാണ് നമ്രൂദിനോട് പറഞ്ഞത്, നാട്ടിലെ പ്രജകളോട് പറഞ്ഞത്, പ്രമുഖന്മാരോട് പറഞ്ഞത്. ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരുടെ കാര്യങ്ങൾ പരിശോധിച്ചാലും അവിടെയൊക്കെ പ്രബോധനം, ദഅവത്ത് തൗഹീദിൽ നിന്ന് തുടങ്ങുക. എന്നിട്ട് ആ തൗഹീദ് അംഗീകരിച്ച മുആദ് നബി നൽകിയ നിർദ്ദേശത്തിൽ നിന്ന് കാണാം, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അത് അംഗീകരിച്ചാൽ നമസ്കരിക്കാൻ കൽപ്പിക്കുക, അത് അംഗീകരിച്ചാൽ സക്കാത്ത് കൊടുക്കാൻ കൽപ്പിക്കുക. കണ്ടോ, ഇസ്ലാമിന്റെ ആ വിശ്വാസ അനുഷ്ഠാന കാര്യങ്ങൾ ക്രമമായി പഠിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ക്രമം തന്നെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോ പ്രബോധനത്തിന്റെ മുൻഗണനാ ക്രമം എന്ന് പറയുന്ന അതിൽ നമുക്ക് യാതൊരു തന്ത്രവും ഉപയോഗിക്കാനില്ല. അതെങ്ങനെയാകണമെന്നത് അതിന്റെ ക്രമം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരു തന്ത്രവുമില്ല. അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ നേർക്കുനേരെ പച്ചയായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ എന്ന് പറഞ്ഞത്. അപ്പോ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അത് തന്ത്രപരമായി നടത്തുന്ന ദഅവത്ത് എന്നൊക്കെ ചില ആളുകൾ പറയും. അങ്ങനെ ഒരു തന്ത്രവും ഇസ്ലാമിലില്ല. ഖുർആൻ എന്ന് പഠിപ്പിച്ചുവോ അതനുസരിച്ച് പോവുക എന്നതാണ്. ഇനി അതുകൊണ്ട് മാത്രം പോരായെങ്കിൽ വൽ മൗഇള, ഉപദേശം കൊണ്ടും. വയല് എന്ന് പറയുന്നതിന്റെ വേറൊരു വാക്കാണ് മൗഇലത്ത്. ഒറ്റ പദത്തിൽ നിന്നുണ്ടായ രണ്ട് വാക്കുകൾ. മൗഇലത്ത് എന്ന് പറഞ്ഞാൽ ഒരാളൊരു കാര്യം കൽപ്പിക്കുമ്പോൾ അത് ചെയ്താൽ കിട്ടുന്ന കൂലി കൂടി പറഞ്ഞുകൊണ്ട് അയാളെ പ്രേരിപ്പിച്ച് കൽപ്പിക്കുക. ഒരു തിന്മ വിലക്കുമ്പോൾ ആ തിന്മ ചെയ്താലുണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ച് അയാളെ ബോധ്യപ്പെടുത്തി, ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട്, അപ്പൊ പ്രതീക്ഷിപ്പിച്ചുകൊണ്ടും ഭയപ്പെടുത്തിക്കൊണ്ടും നന്മയും തിന്മയും കൽപ്പിക്കുക. അതാണ് വയല്. അങ്ങനെ മൗഇലത്ത് കൊണ്ട് ആളുകളെ ഉപദേശിക്കുക. ഇനി അതുമല്ലെങ്കിൽ വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ചില തർക്കശാലികളായ ആളുകളുണ്ടാകും. ആ തർക്കിക്കുന്ന ആളുകളോട് അതേ രീതിയിൽ തർക്കങ്ങൾ അങ്ങോട്ട് നടത്തിക്കൊണ്ട് അവനെ ചോദ്യോത്തരത്തിലൂടെ, തർക്കത്തിലൂടെ, വാദപ്രതിവാദത്തിലൂടെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പ്രബോധനം നടത്തുക. എങ്ങനെയാണ് തർക്കം നടത്തേണ്ടത്? ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതേതോ അങ്ങനെ. ഇവിടെ എന്താണ് നല്ലത് എന്ന് പറഞ്ഞിട്ടില്ല. ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതി ഏതോ ആ രീതിയിൽ തർക്കം നടത്തുന്ന, അല്ലെങ്കിൽ തർക്കം ആവശ്യമായി വരുന്ന മേഖലയിൽ അവരോട് തർക്കം നടത്തിക്കൊണ്ടും എന്ന് ഖുർആൻ കൽപ്പിച്ചു. ഷെയ്ഖ് ഉസൈമീൻ അദ്ദേഹത്തിന്റെ റിയാദ് സാലിഹിന്റെ ശർഹിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. തർക്കം ആവശ്യമാവുന്നിടത്ത് തർക്കം നടത്തണം. പക്ഷേ തർക്കം നടത്തുമ്പോൾ ഫലാ തുശദ്ദിദ് അലൈഹി വലാ തുഖഫിഫ് അൻഹു, അവനോട് നീ രൂക്ഷമായ ശൈലി തന്നെ സ്വീകരിക്കണമെന്നില്ല. വലാ തുഖഫിഫ് അൻഹു, അവനോട് നീ ലഘുവായ എളിമയുടെ, മയത്തിന്റെ അങ്ങനെയും വരുത്തേണ്ടതില്ല. എന്നിട്ട് അദ്ദേഹം പറയാൻ ഉൻദുർ മാ ഹുവ അഹ്സൻ, ഏതാണ് ശരിയെന്ന് നീ നോക്കുക. അത് ബില്ലത്തി ഹിയ അഹ്സൻ ഐലൻ മിൻ ഹൈസുൽ ഉസ്ലൂബ് വൽ ഇഖ്നാ, തർക്കം നടത്തുന്നവനെ ബോധ്യപ്പെടുത്തുന്ന, തൃപ്തിപ്പെടുത്തുന്ന ഏറ്റവും അനുയോജ്യമായ ശൈലി ഏതോ ആ ശൈലിയിൽ അവനോട് തർക്കിക്കുക. അപ്പൊ കാർക്കശ്യം പുലർത്തേണ്ടടുത്ത് കാർക്കശ്യം പുലർത്തണം. അതുപോലെ തന്നെ മയത്തിൽ സംസാരിക്കേണ്ടടുത്ത് മയത്തിൽ സംസാരിക്കണം. ഏത് സന്ദർഭത്തിൽ ഏതാണോ അനുയോജ്യം ആ അനുയോജ്യമായത് സ്വീകരിക്കുക എന്നതാണ് ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് പറഞ്ഞാൽ വളരെ മയത്തിൽ ഒട്ടും കാർക്കശ്യത്തോടു കൂടിയല്ലാതെ, താക്കീതിന്റെ സ്വരം ഉപയോഗിക്കാതെ, ശിക്ഷയുടെ മാർഗങ്ങൾ പറയാതെ, ഗൗരവത്തിൽ പറയാതെ, മയത്തിൽ സോപ്പിട്ട് എണ്ണ പുരട്ടി സംസാരിക്കണം. അതല്ല ഏറ്റവും നല്ല രീതിയിൽ എന്നതിന്റെ അർത്ഥം. അപ്പോ പണ്ഡിതന്മാരൊന്നും അതിനെ അങ്ങനെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മാത്രമല്ല സൂറത്തുൽ അൻകബൂത്തിലെ 46-ാമത്തെ വചനത്തിൽ വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിലല്ലാതെ വേദക്കാരോട് നീ തർക്കം നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലാണ് തർക്കം നടത്തേണ്ടത്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കാൻ എന്താ? ഇല്ലല്ലദീന ളലമു മിൻഹും, ജൂതക്രിസ്ത്യാനികളിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരൊഴികെ. അപ്പൊ എന്താ മനസ്സിലാകുന്നത്? ഇങ്ങോട്ട് ആക്രമിക്കുന്ന, ഇങ്ങോട്ട് പരിഹസിക്കുന്ന, ഇങ്ങോട്ട് രൂക്ഷമായി സംസാരിക്കുന്ന, ഇങ്ങോട്ട് അധിക്ഷേപത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന, ഇങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും. കളവും സത്യവും കൂട്ടിക്കലർത്തുന്നവരുണ്ടാകും. കളവ് മാത്രം പ്രചരിപ്പിക്കുന്നവരുണ്ടാവും. വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്നവരുണ്ടാവും. ഇങ്ങനെ ഏത് തരത്തിലുള്ള ഇതൊക്കെ അക്രമമാണ്. അക്രമം പ്രവർത്തിക്കുന്ന ആളുകളോട് മയത്തിന്റെ ശൈലിയല്ല സ്വീകരിക്കേണ്ടത്. നീ ഏറ്റവും നല്ല രീതിയിലല്ലാതെ തർക്കിക്കരുത്. ആരൊഴിച്ച്? അവരിൽ നിന്ന് അക്രമികളായ അക്രമം പ്രവർത്തിച്ചവരൊഴികെ. അപ്പൊ അക്രമത്തിന്റെ പാത സ്വീകരിച്ചവരോട് മയത്തിന്റെ മാർഗം സ്വീകരിക്കേണ്ടതില്ല. അവരോട് ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ അതിന് അതേ നിലക്ക് ഉരുളക്കുപ്പേരി എന്നൊരു പ്രയോഗം മലയാളത്തിലുണ്ട്. ഉരുളക്ക് ഉപ്പേരി കൊടുക്കുക എന്നാണ്. ഒന്നിന് ഒന്നായി മറുപടി നൽകി അതേ രീതിയിൽ മറുപടി നൽകണമെന്നതാണ്. അവിടെ ഒരു മയവും പാടില്ല. ഇതിന് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഉസൈമീൻ പറയാൻ ഫഹഉല, അക്രമത്തിന്റെ പാത ദൈവത്തിന്റെ മേഖലയിൽ സ്വീകരിച്ച ആളുകൾ ലാ തുലയ്യിനു മഅഹും ഇദാ കാനൂ ളാലിമീൻ, ആ ആളുകൾ അക്രമികളാണെങ്കിൽ അവരോട് ഒരു ലീനത്തും ഒരു എളിമയും ഒരു മയവും നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല. ഖുർആനിൽ
ഫഖൂലാലഹു ഖൗലൻ ലയ്യിന. മൂസാ നബിയോടും ഹാറൂൻ നബിയോടും ഫിർഔന്റെ അടുക്കൽ ചെന്നിട്ട് എന്താ പറയാൻ പറഞ്ഞത്? ഫഖൂലാലഹു, ഫിർഔനോട് നിങ്ങൾ പറയണം, ഖൗലൻ ലയ്യിനൻ, മയമുള്ള വാക്ക് എന്നതിന് നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലമായി ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിർഔനോട് പോലും വളരെ മയത്തിൽ സൗമ്യമായി ഒച്ച പൊന്താതെ വളരെ വിനയത്തിൽ എളിമയോടുകൂടി സംസാരിക്കണമെന്നല്ലേ അള്ളാഹു കൽപ്പിച്ചതെന്നാണ്. എന്നാൽ ഖൗലൻ ലയ്യിനൻ എന്ന് പറഞ്ഞാൽ ലളിതമായ വാക്ക് എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്ന പരമമായ പച്ചയായ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക എന്നാണ്. അല്ലാതെ സൗണ്ടൊക്കെ താഴ്ത്തി ഇങ്ങനെ പാളി ഒതുങ്ങി നിന്നിട്ട് മെല്ലെ നിങ്ങൾ ഇസ്ലാമിലേക്ക് വരണട്ടോ എന്ന് പറയാനല്ല. മറിച്ച് ഖൗലൻ ലയ്യിൻ എന്ന് പറഞ്ഞാൽ ലയ്യിനായ വാക്ക്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, അത് പറയണമെന്നാണ്. പ്രത്യേകിച്ച് അക്രമികളാണെങ്കിൽ അവനോട് അതേ നിലക്ക് പറയണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ രീതിയിൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അതിന് കഴിവുള്ള ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്, ശ്രമിക്കേണ്ടതുണ്ട്. സൂറത്ത് ആല ഇംറാനിലെ 104-ാമത്തെ വചനം നമുക്ക് കാണാം. എത്രയോ കാലമായി നമ്മൾ കേൾക്കുന്ന ഒരായത്താണ്. സംഘടനയുണ്ടാക്കാൻ തെളിവായി ആളുകൾ നമ്മുടെ നാട്ടിൽ മുമ്പ് ഉദ്ധരിച്ചൊരു വാചകം, വൽതക്കും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ. നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളാൽ ഒരു സമൂഹം ഉണ്ടാകട്ടെ. എന്താണത്? അവർ ഖൈറിലേക്ക് ക്ഷണിക്കുന്ന, നന്മ കൽപ്പിക്കുന്ന, തിന്മ വിലക്കുന്ന ഒരു സമൂഹം ഉണ്ടാകട്ടെ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാകുന്ന വിജയികൾ. ഇവിടെ രണ്ട് അർത്ഥം ഇതിന് അല്ലെങ്കിൽ വിശദീകരണം പണ്ഡിതന്മാർ നൽകി കാണാം. നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ദഅവത്ത് നടത്താനുണ്ടാകണം. അപ്പൊ അതിൽ എന്താ മനസ്സിലാകുക? ദഅവത്ത് എന്ന് പറയുന്നത് മൗലവിമാർക്കുള്ള ഒരു പണിയാണ്. ഇനി രണ്ടാമത്തെ അർത്ഥം എന്താ? വൽതക്കും മിൻകും ഉമ്മ, നിങ്ങളാൽ ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നിങ്ങളാൽ ദഅവത്ത് നടത്തുന്ന ഒരു സമൂഹം ഉണ്ടാകണം. അപ്പൊ അർത്ഥം മാറി. മുസ്ലിം സമൂഹത്തിലെ ആരൊക്കെയുണ്ടോ എല്ലാവരും ദഅവത്ത് നടത്തേണ്ടത് ബാധ്യതയാകുന്നു എന്ന് വരും. മൗലവിമാർക്ക് മാത്രമുള്ള പണിയല്ല, മുസ്ലിയാമാർക്ക് മാത്രമുള്ള പണിയല്ല, അല്ലെങ്കിൽ അങ്ങനെ കൽപ്പിക്കപ്പെടുന്ന വിചാരിക്കപ്പെടുന്ന ആളുകൾക്ക് മാത്രമുള്ള പണിയല്ല ദഅവത്ത്. ദഅവത്ത് എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിലെ നബിയിൽ വിശ്വസിച്ച ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ബാധ്യതയാണ് ദഅവത്ത് നടത്തുക എന്നുള്ളത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും ദഅവത്ത് നടത്തേണ്ടതുണ്ടോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ദഅവത്ത് നടത്തിയാൽ മതിയോ? നമ്മൾ രക്ഷപ്പെടുമോ? ഇല്ല എന്നതാണ് ഒരുപാട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ എന്ത് മനസ്സിലാക്കിയോ ആ മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടുകയില്ല എന്നർത്ഥം. ഇത് സ്ത്രീകൾ പോലും, ഷെയ്ഖ് ഇബ്നു ബാസ് മറ്റും പറഞ്ഞത് കാണാം. ദഅവത്ത് പുരുഷന്മാർക്ക് മാത്രം ബാധകമാണോ? അല്ല, സ്ത്രീകൾക്കും ബാധകമാണ്. സ്ത്രീകളോട് ദഅവത്ത് നടത്തണം. ഇനി സ്ത്രീകൾ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചാൽ അതപ്പുറത്തുനിന്ന് പുരുഷന്മാർ കേട്ടാൽ കുഴപ്പമുണ്ടോ? ഇല്ല എന്ന് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയിൽ കാണാം. അപ്പൊ എന്താ? ഒരു തെറ്റ് ചെയ്യുന്ന ഒരാൾ കണ്ടു, അയാളെ വിലക്കാം. ഇതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ കുഴപ്പങ്ങൾ ഉണ്ടാകരുത്. ഇനി 2-3 കാര്യങ്ങൾ പണ്ഡിതന്മാർ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ ഷർത്തുകളായി പറഞ്ഞത് കാണാം. ഒന്ന്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരാൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുമ്പോൾ അത് ശരിയാണ്, ഇന്നത് തെറ്റാണ് എന്ന വിവരം ഒരാൾക്കുണ്ടാകണം. രണ്ടാമത്തേത്, ഒരാളെ നമ്മൾ നന്മ കൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ തിന്മ വിലക്കുമ്പോൾ അതിന്റെ അയാളുടെ സാഹചര്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. അപ്പോ പ്രബോധിതനായ ആളുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ശരിയായ ദഅവത്ത് നടത്താൻ സാധിക്കുക. ഒരാൾ നബി ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ പള്ളിയിലേക്ക് കയറി വന്നു. അയാൾ നമസ്കരിച്ചതായി നബി കണ്ടിട്ടില്ല. തഹിയ്യത്ത് നമസ്കാരം വെള്ളിയാഴ്ചയായി പറയണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നീ നമസ്കരിച്ചിട്ടുണ്ടോ? എന്നാൽ ജുമാസ്കരിച്ചൊന്നല്ല, ആയില്ലല്ലോ, ഖുത്ബ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എഴുന്നേൽക്കുക, 2 റക്അത്ത് നമസ്കരിക്കുക. ഖും ഫസല്ലി റക്അത്തൈൻ. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കണടാ നിസ്കരിക്ക് എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം നമസ്കരിച്ച നബി കണ്ടിട്ടില്ല. പക്ഷെ നബി വിചാരിച്ചെന്താ, ഞാൻ കാണാതെ അയാൾ 2 റക്അത്ത് തഹിയ്യത്ത് അപ്പുറത്തോണ്ട് നമസ്കരിച്ചിട്ടുണ്ടെങ്കിലോ അപ്പൊ പിന്നെ നബി പറഞ്ഞതിൽ അർത്ഥം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നബി ആദ്യം ചോദിച്ചത്, നീ നമസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ എഴുന്നേൽക്കൂ, 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. അപ്പൊ അയാൾക്കൊരു കൽപ്പന അല്ലെങ്കിൽ നന്മ കൽപ്പിക്കേണ്ടതുണ്ട് എന്ന അറിവ് ബോധ്യപ്പെടുമ്പോഴാണ് ആ കാര്യം നമ്മൾ പറയേണ്ടത്. അതുപോലെ തന്നെ ഒരാൾ, ശൈഖ് ഉത്തൈമീൻ പറയാണ്, ഒരാൾ ഒരു വാഹനത്തിൽ ഒരു ആണിനെയും ഒരു പെണ്ണിനെയും കണ്ടു. പെണ്ണ് ഭാര്യയാകാം, ഉമ്മയാകാം, സഹോദരിയാകാം, മകളാകാം, അല്ലെങ്കിൽ മഹറമായ വേറെ ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീ ആകാനും സാധ്യതയുണ്ട്. അപ്പൊ ഒരു കാറിൽ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ 2 സ്ത്രീ പുരുഷന്മാരെ കാണുമ്പോൾ അവരെ ആക്ഷേപിക്കുകയും കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ചെയ്യാൻ പോകരുത്. മറിച്ച് ആരാണ് എന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം. എന്നിട്ട് അന്യനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഈ ചെയ്യുന്ന ഏർപ്പാട് ശരിയല്ല. അന്യപുരുഷന്മാർ ഇങ്ങനെ ഇരിക്കാനോ ഒറ്റക്കാകാനോ യാത്ര ചെയ്യാനോ പാടില്ല എന്ന കാര്യം അവരെ വിലക്കേണ്ടതുണ്ട്.
മൂന്നാമത്തെ കാര്യം, ഒരു കാര്യം ഒരാളോട് വിലക്കുമ്പോൾ അയാളുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കണമെന്നതിന്റെ ഭാഗമായി അയാൾ അത് ഉൾക്കൊള്ളാത്ത ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഒരു പക്ഷേ അത് പറഞ്ഞാൽ അതിനപ്പുറത്തുള്ള തിന്മ ചെയ്യാവുന്ന കടുത്ത ധിക്കാരത്തിന്റെ മനസ്സുള്ള ആളാണെങ്കിൽ, ഈ രണ്ടാമതയാൾ ചെയ്തേക്കാവുന്ന കാര്യം ആദ്യത്തേതിനേക്കാൾ ഗുരുതരമാണെങ്കിൽ അയാൾ അവിടെ നിന്നോട്ടെ നിൽക്കുക. ഇവിടെ ശൈഖ് ഉതൈമീൻ ഒരു ഉദാഹരണം പറയുന്നത്, ഒരുത്തൻ പുക വലിക്കുന്നു, ബീഡി വലിക്കുന്ന ആളാണ്. ബീഡി വലിക്കാൻ പാടില്ല എന്ന് അയാളോട് വിലക്കിയാൽ ഒരു പക്ഷേ അയാൾ എന്നാ പിന്നെ ഞാൻ ബീഡിയല്ല അതിന്റെ അപ്പുറത്തുള്ളത് വലിക്കും എന്ന് പറഞ്ഞ് അതിലേക്കൊരാൾ പോകുമെങ്കിൽ ആ ലഹരി അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ അഹഫായ ലഘുവായ കാര്യമാണ് പുക വലിക്കുക എന്ന് പറയുന്നത്. രണ്ടും ഹറാം തന്നെ, പക്ഷെ രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എങ്കിൽ അത്തരം ഒരു തിന്മയിലേക്ക് പോകുന്നതിനേക്കാൾ അയാൾ ഈ ബീഡി വലിച്ചു കൊള്ളട്ടെ എന്ന് വിചാരിക്കലാണ് നല്ലത് എന്ന് ശൈഖ് ഉതൈമീൻ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്യുന്നവൻ ആദ്യം അയാൾ നടപ്പിലാക്കണം എന്നുണ്ടോ? അങ്ങനെ ചെയ്താൽ നല്ലതാണ്. എന്നാൽ ചില ആളുകൾ പറയും, ഞാൻ ദഅവത്തിനൊന്നുമില്ല, ഞാൻ ഇങ്ങനെ പോയിക്കോളാം. എന്താ കാരണം? ഞാൻ ഇതൊന്നും പാലിക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ ദഅവത്ത് നടത്താൻ, നോട്ടീസ് കൊടുക്കാൻ, പിന്നെ വയൽ സംഘടിപ്പിക്കാനൊക്കെ പോന്നാൽ ഇയല്ലേ അന്ന് ദഅവത്തിനുണ്ടായിരുന്നത്, ഇജിപ്പത് ചെയ്യാണോ എന്ന് ആളുകൾ ചോദിക്കും. അത് ശരിയാണ്, അതൊരു കുറ്റകരമായ കാര്യമാണ്. പക്ഷെ ഒരാൾക്ക് ദഅവത്ത് നടത്തുന്ന ആൾ അപ്പറയുന്ന കാര്യം ആദ്യം നടപ്പിലാക്കിയവനാകണമെന്നോ ആ തിന്മ ആദ്യം ഒഴിവാക്കിയവനാകണമെന്നോ ഒരു ഷർത്തല്ല, നിബന്ധനയല്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന കാര്യം ചെയ്യാത്തവനും ദഅവത്ത് നടത്താം, വിലക്കിയ കാര്യം ഒഴിവാക്കാത്തവനും വേറൊരുത്തനെ വിലക്കാം. പക്ഷേ അത് കുറ്റകരമാണ്. അതുകൊണ്ടാണ് ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യം അതുകൊണ്ടാണ്. എന്നാൽ അതൊരു ഷർത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചില്ല. ഇമാം നവവിയും കുറെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ കാര്യം പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അങ്ങനെ ആവാൻ നമ്മൾ ശ്രമിക്കണം. ഞാൻ അങ്ങനെ പലപ്പോഴും അല്ല എന്നതുകൊണ്ട് ഞാൻ ദഅവത്ത് നടത്തുന്നില്ല എന്നാരും വിചാരിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഒരുപാട് ഹദീസുകളും കാര്യങ്ങളും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നന്മ ആര് കാണിച്ചു കൊടുക്കുന്നുവോ, സൂചിപ്പിച്ചു കൊടുക്കുന്നുവോ, ക്ഷണിക്കുന്നുവോ അത് കണ്ട് ഒരാൾ ചെയ്താൽ ആ ചെയ്തവന് കിട്ടുന്ന അതേ കൂലി പറഞ്ഞു കൊടുത്ത ആൾക്കും കിട്ടും. ഒരു തിന്മക്കൊരാൾ തിന്മയിലേക്കാണ് ഒരാൾ ക്ഷണിക്കുന്നതെങ്കിൽ ആ ചെയ്ത ആൾക്ക് കിട്ടുന്ന അതേ ശിക്ഷ അതിലേക്ക് ക്ഷണിച്ച ആൾക്കും കിട്ടും. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. നേരത്തെ നമ്മൾ ആരെങ്കിലും ഒരു നല്ല കാര്യം നടപ്പിലാക്കിയാൽ അത് മാതൃകയാക്കി സ്വീകരിക്കുന്ന ആൾക്ക് കിട്ടുന്ന അതേ കൂലി മാതൃക കാണിച്ചവനുണ്ട്. അതുപോലെ തന്നെ തിന്മയും രണ്ടും രണ്ട് വിഷയമായി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യങ്ങൾ ഇവിടെയും ഓർക്കുക. ക്ഷണിക്കുക, അല്ലെങ്കിൽ അത് വാക്കിലൂടെയാണെങ്കിലും പ്രവൃത്തിയിലൂടെയാണെങ്കിലും അതിന്റെ നല്ല കാര്യങ്ങളാണ് നമ്മൾ ക്ഷണിക്കുന്നതെങ്കിൽ അത് മുഖേന ഒരാൾ നന്മ ചെയ്യുന്നു അല്ലെങ്കിൽ തിന്മ ഒഴിവാക്കുന്നുവെങ്കിൽ അയാൾക്ക് കിട്ടുന്ന അതേ കൂലി മാതൃക കാണിക്കുന്ന ആൾക്കും കിട്ടുമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി നാളെ ഈ പതാക ഞാൻ ഒരാൾക്ക് നൽകും എന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചർച്ച ചെയ്തു. ആർക്കാ? അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്. അപ്പൊ എല്ലാവരും ചർച്ചയായി, ഈ കൊടി നമുക്ക് കിട്ടിയാലോ? എല്ലാവരും ആഗ്രഹം. ഇതെന്തിനാണ്? പാർട്ടിന്റെ കൊടി അല്ല, മുന്നിൽ നിൽക്കാനുള്ള കൊടിയല്ല, മുന്നിൽ നിൽക്കാനാണ്. ഇതെന്തിനാണ്? അധികാരത്തിനല്ല, യുദ്ധം ചെയ്യാനുള്ള കൊടിയാണ്. പക്ഷേ സഹാബത്ത് എല്ലാവരും സംസാരത്തിൽ മുഴുകി. ആർക്കാണ് ആ കൊടി കിട്ടുക? ഒന്ന്, ആ കൊടി കിട്ടുക എന്നുള്ളത്, ആ കൊടി കിട്ടുന്ന ആളിലൂടെ വിജയമുണ്ടാവുക, അതൊരു നേട്ടാണ്. രണ്ടാമത്തേത്, ആ ആളുടെ സ്ഥാനം എന്താണ്? അള്ളാഹു അയാളെ ഇഷ്ടപ്പെടുന്നു, അയാൾ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചർച്ച നടത്തി. രാവിലെ സുബഹിന് എല്ലാവരും പള്ളിയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എല്ലാവരും ഇങ്ങനെ കാത്തുകയാണ്, ആർക്കാണ് ഈ കൊടി നബി കൊടുക്കുക? അപ്പോ അലിയെ അന്വേഷിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞു, അലി വന്നിട്ടില്ല. എന്താ കാരണം? അലിക്ക് എന്തോ കണ്ണിന് വേദനയുണ്ട്. അലിയെ കൊണ്ടുവരാൻ വിളിക്കാൻ ആവശ്യപ്പെട്ടു. അലി അള്ളാഹിനെ കൊണ്ടുവന്നു. അപ്പൊ അലിക്ക് കണ്ണിന് അസുഖം ബാധിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ തുപ്പല് തെറിപ്പിച്ചുകൊണ്ട് കണ്ണിൽ ഊതുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ റുഖിയ നടത്തി. ആ നിമിഷം അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന്റെ അസുഖം ഭേദമായി പോയി. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ എല്ലാവരും അർഫ് വിചാരിക്കേണ്ടതില്ല, ഇതൊക്കെ പരിഹസിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോ അത് അങ്ങനെ ഒരു മുഅ്ജിസത്ത് അവിടെ പ്രകടമാവുകയും അലിയുടെ അസുഖം ബാധിക്കുകയും അലിക്ക് നബി കൊടി കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അവർ നമ്മളെപ്പോലെ ആകുന്നത് വരെ ഞാൻ അവരോട് യുദ്ധം ചെയ്യാൻ പോവുകയോ? നബി പറഞ്ഞു, നീ സാവകാശം സഞ്ചരിക്കുക. അവരുടെ മുറ്റത്തെത്തിയാൽ, അവരുടെ പ്രദേശത്തെത്തിയാൽ, ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത് അവിടെ എത്തിയാൽ അവരെ നീ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അവർ ഇസ്ലാം ഉൾക്കൊള്ളാൻ തയ്യാറല്ല എങ്കിൽ അവരോട് നീ യുദ്ധം ചെയ്യുക. നീ അവരെ ക്ഷണിച്ച് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ചുവന്ന ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ, ഒരൊട്ടകല്ല, ചുവന്ന ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും നല്ലത് നിന്റെ ദഅവത്ത് കൊണ്ട് ഒരാൾ മുസ്ലിം ആകലാണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുകയുണ്ടായി. അപ്പൊ നോക്കണം, നമുക്ക് ദുനിയാവിൽ എമ്പാടും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടത്തിനിടയിൽ ഒരാളെ ശരിയായി ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചാൽ, ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മുന്തിയ കാറ് പോലെ, അന്നത്തെ വാഹനമാണ്, ചരക്ക് വണ്ടിയാണ്,
അതുപോലെ തന്നെ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, പാലിനും തോലിനും ഇറച്ചിക്കും ഭക്ഷണത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാമായ ഒരു വസ്തുവാണ് ഒട്ടകം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും മുന്തിയ വിലയുള്ള ഒട്ടകമാണ് ചുവന്ന ഒട്ടകം. ആ ഒട്ടകങ്ങളെക്കാൾ നല്ലത് ഒരാൾ ഇസ്ലാമിലേക്ക് നിന്റെ ദഅവത്ത് മൂലം എത്തലാണ് എന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അങ്ങനെ ആ ഹൈർ നേടാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ഉണ്ടാകണം. അതിനുവേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. നേരത്തെ പറഞ്ഞ പ്രബോധനം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമാണ് എന്ന ആ ഒരു കാര്യം ഒന്നുകൂടി ചില തെളിവിന്റെ അടിസ്ഥാനത്തിൽ സൂചിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ആയത്തിൽ ഞാനും അന വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയ ആളുകളുടെയും മാർഗം ഇതാണ്. തെളിവിന്റെ അടിസ്ഥാനത്തിൽ ദഅവത്തിലേക്ക് ക്ഷണിക്കുക. അപ്പൊ നബിന്റെ പണി ഏതാണ്? ഖുർആനും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജനങ്ങളെ ക്ഷണിക്കുക. നബിയിൽ മാത്രം നിർത്തിയില്ല, ഞാനും എന്നെ പിൻപറ്റിയവരും. അപ്പൊ ഞാനും നിങ്ങളുമൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും പണിയാണ് ഈ ഇസ്ലാമിലേക്ക് നബിയെ പിൻപറ്റിക്കൊണ്ട് ക്ഷണിക്കുക എന്ന് പറയുന്നത്. ഞാൻ നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, കളവ് പറയുന്നില്ല, ചതിക്കുന്നില്ല, വഞ്ചന നടത്തുന്നില്ല, ഞാനിങ്ങനെ പോയിക്കൊള്ളാം, ഞാനും എന്റെ വീടും എന്റെ കുടുംബവും എന്റെ സ്വത്തും ഒരു ദഅവത്ത് നടത്താൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായി നമസ്കാരം ബാധ്യതയായതുപോലെ, നോമ്പ് നിൽക്കുന്നത് വ്യക്തി ബാധ്യതയായതുപോലെ നമ്മുടെ മേൽ ബാധ്യതയായ ദഅവത്ത് എന്ന പണി നമ്മൾ ചെയ്യാതിരുന്നാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വൽതക്കും മിൻകും ഉമ്മ, നിങ്ങളാൽ ദഅവത്ത് നടത്തുന്ന ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിലെ ഭാഗമാണ് നമ്മൾ. അപ്പൊ നമ്മളുടെയും ബാധ്യതയാണ് ദഅവത്ത് നടത്തുക എന്ന് പറയുന്നത്. പിന്നെ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നന്മ കൽപ്പിക്കുന്ന തിന്മ കൽപ്പിക്കുന്ന ആളുകളിൽ സൃഷ്ടിക്കപ്പെട്ടവരിൽ ഉത്തമ സമൂഹമാകുന്നു നിങ്ങൾ എന്ന് സഹാബത്തിനെ നോക്കി അല്ലെങ്കിൽ അവരെ സംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അവിടെ നിങ്ങൾ ഉത്തമ സമൂഹമാണ്. എന്താ ഉത്തമ സമൂഹത്തിന്റെ അടയാളം? ദഅവത്ത് നടത്തുക. അപ്പൊ നിങ്ങൾ എന്ന് പറഞ്ഞാൽ ആ നിങ്ങൾ എന്ന് പറഞ്ഞതിൽ ഒന്നാമത്തെ സംബോധിതർ സഹാബത്താണ്. ലോകാവസാനം വരെയുള്ള എല്ലാ മുസ്ലിങ്ങളുമാണ്. നമ്മൾ ഉത്തമ സമൂഹമാകണമെങ്കിൽ ദഅവത്ത് എന്ന് പറയുന്ന കാര്യം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോ ഈ ആയത്തുകളിൽ നിന്ന് തന്നെ വ്യക്തിപരമായ ബാധ്യതയാണ് എത്ര അറിവുണ്ടോ അറിവുള്ള കാര്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത്. അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആദ്യകാലത്ത് പുരുഷന്മാരിൽ ഒന്നാമതായി നബിയിൽ വിശ്വസിച്ച ആളാണ് അബൂ സിദ്ദീഖ്. ആ അബൂ സിദ്ദീഖ് ഖുർആനൊക്കെ ഇറങ്ങി പൂർത്തിയായിട്ട് 23 കൊല്ലം കഴിഞ്ഞിട്ടല്ല ദഅവത്ത് തുടങ്ങിയത്. മറിച്ച് അബൂ സിദ്ദീഖ് എന്ന് മുസ്ലിമായോ അന്ന് മുതൽ മക്കയിൽ സ്വകാര്യമായി അബൂ സിദ്ദീഖ് ദഅവത്ത് നടത്തി. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളുണ്ട്. 10 അല്ല, 50 ആളുകളുണ്ട്, 50ഓളം ആളുകൾ. അതിൽ പ്രത്യേകം പറയപ്പെട്ട 10 പേരെ കാണാം. ആ 10 പേരിൽ 5 പേർ, അതായത് പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ത്വൽഹ, സുബൈർ ഇബ്നു അവ്വാം, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, പിന്നെ സഅദ് ഇബ്നു അബി വഖാസ്. സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 10 പേരിൽ 5 ആളുകൾ അബൂ സിദ്ദീഖിന്റെ ദഅവത്ത് കൊണ്ട് മുസ്ലിംകളായ ആളുകൾ. അബൂ സിദ്ദീഖ് അറിയപ്പെട്ട കച്ചവടക്കാരനായിരുന്നു. അപ്പൊ കച്ചവടക്കാരനായ അബൂ സിദ്ദീഖ് മുസ്ലിം ആയത് അന്ന് മുതൽ ദഅവത്ത് തുടങ്ങി, കാത്തുനിന്നില്ല. അബൂദറുൽ ഗിഫാരിയുടെ ചരിത്രം നമുക്കറിയാം. ഒരുപാട് വിശദമായി പറയേണ്ട ഒരു സംഭവമാണ്. ഗിഫാർ എന്ന് പറയുന്ന ഗോത്രത്തിലെ ആളായിരുന്ന അബൂദർ ഇസ്ലാമിനെ പഠിക്കാൻ സഹോദരനെ പറഞ്ഞയച്ചു. സഹോദരൻ തിരിച്ചു വന്നു. മറുപടി തൃപ്തികരമല്ല എന്ന് തോന്നി. അബൂദർ തന്നെ നേരിട്ട് മക്കയിലെത്തി. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ പരസ്യപ്രബോധനം തുടങ്ങുന്നതിന് മുമ്പാണ് അബൂദറുൽ ഗിഫാരി മക്കയിൽ വരുന്നത്. ആളറിയാതെ ചോദിച്ച് നബിയെക്കുറിച്ച് മനസ്സിലാക്കി, നബിയെ കണ്ടു. അങ്ങനെ നബിയിൽ നിന്ന് ഇസ്ലാമിനെ കുറിച്ച് കേട്ടു. അപ്പോൾ തന്നെ മുസ്ലിമായി. അബൂദറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ എന്നെ നാട്ടിൽ പോകണം, നാട്ടിൽ പോയിട്ട് ഈ കാര്യം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക എന്നാണ്. നീ ഇപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഒരു ഇഖ്റ ബിസ്മി, സൂറത്ത് മുസമ്മിൽ, മുദ്ദസ്സിർ, ഇങ്ങനെ കുറച്ച് ആയത്തെ ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കി ഒരു ആയത്തും ഇറങ്ങിയിട്ടില്ല. ഒരു ഹുക്കുമും ഇസ്ലാമിന്റെ ഇറങ്ങിയിട്ടില്ല. അപ്പോ ഇപ്പൊ മൗലവി ആയിട്ടില്ല, ഇപ്പൊ ദഅവത്ത് നടത്തണ്ട. അതുകൊണ്ട് നീ കുറെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇസ്ലാമിക വിജയം വരാണ്ട് എന്നിട്ടൊക്കെ ദഅവത്ത് നടത്തിയാൽ മതി എന്നല്ല. ഇപ്പം കിട്ടിയതെന്തോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കാര്യം നിന്റെ നാട്ടിൽ പോയി പറയണം. പക്ഷേ അബൂദർ പോയില്ല, അവിടെ തന്നെ നിന്നു 1 മാസക്കാലം. പിന്നെ സഫാ മർവയിൽ വിഗ്രഹങ്ങളെ അവിടെ സഹി നടത്തുന്ന പെണ്ണുങ്ങളെ കണ്ടപ്പോ അവരോട് ചില പരിഹാസ സംസാരങ്ങൾ അബൂദർ നടത്തി. ഒന്നാണും ഒന്ന് പെണ്ണുമാണ്. ഇവർ രണ്ടാളെയും കല്യാണം കഴിപ്പിച്ചാൽ എന്താ എന്ന് അബൂദർ ചോദിച്ചു. ഇത് ഖുറൈശികൾ അറിഞ്ഞു. പൊരിഞ്ഞടി കിട്ടി. ഒരു ചുവന്ന പാവ പോലെ അബൂദർ രക്തം പൊടിഞ്ഞ് നിലത്ത് വീണു എന്ന് ഹരീതിൽ കാണാം, മുസ്ലിം ഉദ്ധരിച്ച ഹരീത്. അങ്ങനെ അദ്ദേഹം നാട്ടിൽ പോയിട്ട് അദ്ദേഹം ആദ്യം സഹോദരനോട്, നേരത്തെ വന്നുപോയ സഹോദരൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അപ്പൊ നീ പോയിട്ട് എന്തായി? ഞാൻ മുസ്ലിം ആയിട്ടാ വന്നത്. അപ്പൊ സഹോദരൻ പറഞ്ഞു, എങ്കിൽ ഞാൻ എന്താ കാത്തുക്കുന്നത്, അതുകൊണ്ട് ഞാൻ മുസ്ലിം ആകുന്നു. പിന്നെ ഉമ്മയെ ക്ഷണിച്ചു. ഉമ്മ പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഏതൊരു ദീനിലാണോ അതിൽ നിന്ന് ഞാനെന്തിനു മാറി നിൽക്കണം. അങ്ങനെ അദ്ദേഹം ഉമ്മയും മുസ്ലിമായി. പിന്നെ ആ നാട്ടിലുള്ള പ്രഗത്ഭനായ
ഈമാ ഇബ്നു റഹല എന്ന ആളുടെ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ പകുതി പേർ മുസ്ലിങ്ങളായി. ബാക്കി പേര് പറഞ്ഞു ഞങ്ങൾ പിന്നീടാകാം. അങ്ങനെ നബി മക്കയിൽ നിന്ന് മദീനയിലെത്തി. ആ സന്ദർഭത്തിൽ ബാക്കി പകുതി ആളുകളും മുസ്ലിങ്ങളായി. അങ്ങനെ ഒരു ഗോത്രം മുഴുവൻ മുസ്ലിങ്ങളായി. നബിന്റെ അടുക്കൽ ഏകദേശം ഹിജറയുടെ 5-ാം വർഷം ഹൻസഖത്തിന് ശേഷം അബൂദർ ഗിഫാരിയും ഈ പറയുന്ന 100 കണക്കിന് ആളുകളും വരികയാണ്. ഗിഫാർ ഗോത്രക്കാർ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ആശാരിയായാലും ഓട്ടോറിക്ഷ ഡ്രൈവറായാലും ബസ് ഡ്രൈവറായാലും എഞ്ചിനീയറായാലും ഡോക്ടറായാലും കച്ചവടക്കാരനായാലും കൃഷിക്കാരനായാലും എഴുതാൻ അറിയുന്നവരായാലും പരിഭാഷപ്പെടുന്നവരായാലും ഒരു പ്രോഗ്രാം ചെയ്യുന്ന ആളായാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നുവോ അവർക്കൊക്കെ അവരുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ദഅവത്ത് നടത്താൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഈ ഒരു ബാധ്യത നിർവഹിച്ചവരായി മാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ വെളിച്ചം എത്തിക്കാത്തതിന്റെ പേരിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അള്ളാഹുവിന്റെ മാർഗം